കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ ദില്ലിയിൽ റിലേ ചർച്ചകൾ. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ദില്ലിയിലെത്തിയ മുൻ KPCC അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും കൂടിക്കാഴ്ചകൾ നടന്നു. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആണ് കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്തുണ്ടായത് ജനകീയ പ്രതിഷേധങ്ങളല്ല എന്നും കൃത്രിമമായി ഉണ്ടാക്കിയതെന്നും ചില നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. ദില്ലിയിലെത്തിയ നേതാക്കളിൽ ഭൂരിപക്ഷ പിന്തുണയും KC വേണുഗോപാലിനാണ്. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം നാളെയോടെ ഉണ്ടാകുമെന്ന് രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ പറഞ്ഞു. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്ര വേഗം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അഭിപ്രായവും നിലപാടും കൃത്യമാണ്. പിന്തുണ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണോ നിലപാട്? അതെ 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 അതെ. ഇനി എന്താണെങ്കിലും അധികം വൈകാൻ സാധ്യതയില്ല. പാർട്ടിയുടെ ഡിസിഷൻസ് ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടെ നടക്കുന്നു, പ്രധാനപ്പെട്ട മീറ്റിംഗ് കൂടെ നടക്കുന്നു. അത് കഴിയുമ്പം പാർട്ടി തീരുമാനം എടുക്കുകയും അഭിപ്രായം അറിയിച്ചു. എന്തായാലും നാളെ തന്നെ എന്തായാലും ഉണ്ടാവും. തീരുമാനം ഇവിടെ നിന്ന് എടുക്കും പറയാം. ബംഗളൂരുവിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ചാർട്ടേഡ് വിമാനത്തിൽ അല്പസമയത്തിനകം ദില്ലിയിലെത്തും. 5 മണിയോടെ രാഹുലുമായി നിർണായക കൂടിക്കാഴ്ച നടത്തും. ശേഷം നിർണായകമായ തീരുമാനവും എടുക്കും. സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാടും നിർണായകമാണ്. റോഷി പാൽ, നോബിൾ മാരിക്കാരൻ, PR സുനിൽ എന്നിവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നോബിളിലേക്കാണ് പോകുന്നത്. നോബിൾ, ദില്ലി ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുകയാണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നത് പോലെ അഭിപ്രായം രേഖപ്പെടുത്താത്ത നേതാക്കളില്ല, അഭിപ്രായം പറയാത്ത അവകാശികളില്ല എന്ന നിലയ്ക്ക് ചർച്ചകൾ പോവുകയാണ്. നാളെ എന്നാണ് ഇപ്പോഴും നേതാക്കളുടെ പ്രതികരണം വരുന്നത്? മധു, കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഉത്തരം ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ നാളെയോ ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ 10 ജൻപത്തിലെ വസതിക്ക് മുന്നിലാണ്. ഈ വസതിയിലാണ് അല്പം മുമ്പ് വിശദമായ യോഗങ്ങൾ നടന്നത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തി. നേതാക്കളുടെ കാഴ്ചപ്പാടുകൾ, നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഭൂരിഭാഗം നേതാക്കളും KC വേണുഗോപാലിനാണ് പിന്തുണ നൽകിയത് എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് വലിയ പ്രതിഷേധങ്ങളാണ്. അതൊരു ജനകീയ പ്രതിഷേധ നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, കൃത്രിമമായി ഉണ്ടാക്കിയ പ്രതിഷേധങ്ങളാണ് എന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ജനകീയ പ്രതിഷേധമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ പ്രതിഷേധം ഒറ്റയടിക്ക് നിന്നുപോയി എന്ന ചോദ്യമാണ്. പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ട പോലെ നിന്നു എന്നാണ് നേതാക്കൾ എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയെ അറിയിച്ചത്. അത് കൃത്യമായ പ്രതിഷേധങ്ങളായിരുന്നു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടായത് എന്നൊരു നിലപാട് കൂടി മുതിർന്ന നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലാണുള്ളത്. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ 3:30 അദ്ദേഹം ദില്ലിയിൽ ലാൻഡ് ചെയ്യും. അതിന് പിന്നാലെ ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയുമായി ഒരു ചർച്ച ഉണ്ടാവും. ആ ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നിലവിൽ കൂടിക്കാഴ്ചയിൽ ഇനിയിപ്പോൾ കൂടിക്കാഴ്ച അവശേഷിക്കുന്നത് VM സുധീരനുമായി മാത്രമാണ്. ഉച്ചയ്ക്ക് ശേഷം 3:30 VM സുധീരന് സമയം നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം ഇവിടെ എത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതോടെ മുതിർന്ന നേതാക്കളുടെയും ഒപ്പം KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാവുകയാണ്. ഇത് അവസാന കൂടിക്കാഴ്ചയാണ് എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കളുമായി രാഹുൽ ഗാന്ധി നടത്തുന്ന അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. വിവരങ്ങളുമായി നമ്മളോടൊപ്പം റോഷിപാൽ, ഇന്നിപ്പോൾ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും മുൻ KPCC അധ്യക്ഷന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ തേടിയിരിക്കുന്നു. പക്ഷേ അതിൽ ചില നേതാക്കൾക്ക് മുൻതൂക്കമുണ്ട്. കൃത്യമായി വിവരങ്ങൾ ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നേതാക്കൾ ചിലരുടെ പ്രതികരണം വരുന്നതിൽ MLA-മാരുടെ പിന്തുണയാണ് ഏറ്റവും പ്രധാനം എന്നതടക്കമുള്ള പ്രതികരണങ്ങളുമുണ്ട്. അത് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും MLA-മാരുടെ പിന്തുണയ്ക്ക് പ്രഥമ പരിഗണന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ തവണ മുൻ KPCC അധ്യക്ഷന്മാരുൾപ്പെടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തി അഭിപ്രായം തേടുമ്പോൾ ആ 10 നേതാക്കളിൽ 8 പേരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നതാണ് കൗതുകകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ആർക്കാ അനുകൂലമായി ഹൈക്കമാൻഡ് തീരുമാനം ഉണ്ടാകും എന്നാണ് കാത്തിരിക്കുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷയാണ് VD സതീശൻ ക്യാമ്പിനും രമേശ് ചെന്നിത്തല ക്യാമ്പിനും KC വേണുഗോപാൽ ക്യാമ്പിനും ഉള്ളത്. 3 ക്യാമ്പിലെ നേതാക്കൾക്കും ഒരുപോലെ ആത്മവിശ്വാസവുമുണ്ട്. അതിൽ ഓരോരുത്തർക്കും ആത്മവിശ്വാസത്തിന് ഓരോ കാരണങ്ങളുമുണ്ട്.
അതിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം 63 MLA-മാരിൽ ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണ, MP-മാരുടെ പിന്തുണ, ഇപ്പോൾ ദില്ലിയിലേക്ക് വിളിപ്പിച്ച നേതാക്കളുടെ പിന്തുണയൊക്കെ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാകുമ്പോൾ വി ഡി സതീശന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നൽകിയ പിന്തുണയും ജനകീയമായ പിന്തുണകളൊക്കെ അവർക്കും ആത്മവിശ്വാസം നൽകുന്നു. സോണിയാഗാന്ധിയിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ. സോണിയാഗാന്ധി ഒടുവിൽ തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസം. എന്തായാലും ഇന്ന് തന്നെ KPCC അധ്യക്ഷൻ പ്രതീക്ഷിക്കുന്നത് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ്. മാത്രവുമല്ല, പൊതുസമൂഹത്തിനിടയിൽ ഒരു അഭിപ്രായ രൂപീകരണം UDF-നെതിരെ ഉണ്ടാകുന്നു. കാരണം ഭൂരിപക്ഷം ഇത്രയും ലഭിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നു വൈകുന്നു എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുകയാണ്. അത് അപമതിപ്പുണ്ടാക്കുന്നു എന്ന വിലയിരുത്തൽ പൊതുവെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ KPCC അധ്യക്ഷനും പങ്കുവെക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. PR സുനിൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. PR സുനിൽ, ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായിരിക്കുന്നു. സ്വാഭാവികമായും നേതാക്കളെ കൂടി കേട്ട സ്ഥിതിക്ക് ഒന്നുകിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കാൻ കഴിയുന്നത്. തീർച്ചയായും അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് പ്രഖ്യാപിക്കില്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കും ഒരു തീരുമാനമെടുക്കുക. നേരത്തെ MLA-മാരുടെ അഭിപ്രായം നേരത്തെ AICC നിരീക്ഷകർ അറിഞ്ഞിരുന്നു. അതിനുശേഷം അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു. അത് വിശദമായി പരിശോധിച്ചു. 3 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തയ്യാറായി നിൽക്കുന്ന നേതാക്കളുമായും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സംസാരിച്ചിരുന്നു. അതിനുശേഷമുണ്ടായ പ്രത്യേക ചില സാഹചര്യങ്ങളെ തുടർന്നാണ് വീണ്ടും കൂടുതൽ ചർച്ചകളിലേക്ക് AICC പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ദില്ലിക്ക് വിളിപ്പിച്ച് ഇന്ന് അവരുടെ അഭിപ്രായം കൂടി കേട്ടത്. ഏതായാലും ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് വൈകിട്ടോടുകൂടി ഒരുപക്ഷെ അത് ആരാണെന്ന് അറിയാൻ സാധ്യതയുണ്ട്. നാളെ ആയിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. അത് ഡൽഹിയിൽ നിന്നുണ്ടാകുമോ അതോ കേരളത്തിൽ വന്ന കേരളത്തിൽ വെച്ചുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഇന്നോ നാളെയോ ആയി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരികയാണ്, പ്രഖ്യാപനം വരികയാണ്. അപ്പോഴും AICC വളരെ കൃത്യമായി അറിയിക്കുന്ന ചില സൂചനകളുണ്ട്. അത് എന്നത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലായിരിക്കില്ല കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നതാണ്. നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് പരിഗണിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നതുമാണ്. PR സുനിൽ വിവരങ്ങൾ നൽകിയത്.